5.25 ലക്ഷം രൂപ പ്രതിമാസ ശമ്പളം എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു ദിവസം 17,500 രൂപ. കേരളത്തിലെ സെയിൽസ് മേഖലയിൽ തൊഴിലെടുക്കുന്ന പലരുടെയും പ്രതിമാസ ശമ്പളം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച യൂത്ത് ലീഗ് അധ്യക്ഷൻ PK ഫിറോസിന്റെ ഒരു ദിവസത്തെ ശമ്പളമേ ആകുന്നുള്ളൂ. മാസത്തിൽ ഒരു ദിവസം പോലും ഓഫീസിൽ ജോലിക്കെത്താതെ വക്കീൽ പണിക്കൊപ്പം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം ഇത്ര വലിയ തുക ശമ്പളം വാങ്ങി ജോലി ചെയ്യാൻ കഴിയുന്നൊരു കമ്പനി കേരളത്തിലെ എല്ലാ തൊഴിലന്വേഷകരുടെയും സ്വപ്നമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ലീഗുകാരോട് ചോദിച്ചാലോ, ഞാടെ പ്രസിഡന്റ് പണിയെടുക്കാതെ ശമ്പളം വാങ്ങിയാൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നവരായിരിക്കും ഭൂരിപക്ഷം ലീഗ് അണികൾ. പക്ഷേ PK ഫിറോസ് പൊതുപ്രവർത്തകനായിരിക്കുന്നിടത്തോളം കാലം പൊതുജനങ്ങൾക്ക് ചില ചോദ്യങ്ങളുണ്ട്. അതിനുത്തരം നൽകാൻ ഫിറോസിന് ബാധ്യതയുമുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം നൽകി ഒരു പാർട്ട് ടൈം ജീവനക്കാരനെ നിയമിക്കാൻ മാത്രം വരുമാനമുള്ള ആ കമ്പനി ഏതാണ്? ആ കമ്പനിയുടെ അഡ്രസ് എന്താണ്? ഏത് തരം ബിസിനസ്സിലാണ് ആ കമ്പനി ഏർപ്പെട്ടിരിക്കുന്നത്? ഇതൊന്നും ഇപ്പോഴും പുറത്തു പറയാത്ത UDF-കാർ തന്നെ ആരോപിക്കുന്ന റിവേഴ്സ് ഹവാല എന്ന് വെച്ചാൽ രാഷ്ട്രീയ സ്വാധീനം വെച്ച് ഇവിടെ സമ്പാദിച്ച കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു വഴിയായി ജനങ്ങൾ ഇതിനെ കണ്ടാൽ യൂത്ത് ലീഗിനും എന്ത് മറുപടിയുണ്ട്?